അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനാധിപത്യം എന്ന പേരിൽ ഒരു രാജഭരണം പോലെ ഒരു കുടുംബ വാഴ്ച ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. തർക്കമല്ല. ഇടയ്ക്ക് ഓർമ്മത്തെറ്റ് പോലെ, അക്ഷരത്തെറ്റ് പോലെ മൊറാർജി ദേശായിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ചന്ദ്രശേഖറും ദേവഗൗഡയും മൻമോഹൻ സിംഗ് എന്ന് വെച്ചാൽ പാവയായിരുന്നു. ഇങ്ങനെ ചില ആളുകൾ വന്നെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം, ജനങ്ങളുടെ ഭാഗധേയം തീരുമാനിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ പരിമിതമായ ജനാധിപത്യം. അതിനെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ അത് അവസാനിച്ചു. അത് അവസാനിച്ചു എന്ന് മാത്രമല്ല, അവസാനിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഈ സർക്കാർ അധികാരം നിൽക്കൊന്നുമില്ല, അത് വീഴും. അത് മാത്രമല്ല, കോൺഗ്രസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ ശക്തി സ്രോതസ്സുകളായിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശും ഗുജറാത്തും ബീഹാറും അല്ലെങ്കിൽ മധ്യപ്രദേശും രാജസ്ഥാനും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് ആണ് പാർട്ടി. ആകെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. പിന്നെ കോൺഗ്രസ് അവശേഷിക്കുന്നത് ഇപ്പോൾ കേരളം പോലെ ഒറ്റപ്പെട്ട ചില തുരുത്തുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടിയെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പറയും ദേശീയ വീക്ഷണമുള്ള പ്രാദേശിക പാർട്ടികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ആ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലും കർണാടകയിലും ഹിമാചലിലും ഒക്കെ മാത്രം ഒതുങ്ങുന്ന അല്ലേ ചില പാർട്ടി. കർണാടകയിൽ ശക്തിയാണ്, രാജസ്ഥാനിലും കോൺഗ്രസിന് കുറച്ച് ശക്തിയുണ്ട്, ചില സംസ്ഥാനങ്ങളിലൊക്കെ ശക്തിയുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ എല്ലാ പൂർവികമായ കരുത്തും ഗരിമയും ഒക്കെ നഷ്ടപ്പെട്ട് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വല്ലാതെ ആ പാർട്ടിയെ അവസാനിപ്പിച്ച് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ മെയ് 26 ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ മോദിയെക്കുറിച്ച് അല്ലെങ്കിൽ മോദിയുടെ 11ാം വർഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോദിയുടെ 11ാം വർഷത്തിൻ്റെ വാർഷികമല്ല, ആദ്യമായി കോൺഗ്രസ് വാഴ്ചയ്ക്ക് അവസാനം കുറിച്ച് തുടർഭരണം സമ്മാനിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എന്ന നിലയിലാണ് മെയ് 26 നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രസക്തമാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.